പാർലമെന്റിലേക്ക് പോകണം. അവിടെ പാർലമെന്റിന് മുൻപിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്കാണ്. ഇന്നും പാർലമെന്റ് അത്തരത്തിൽ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡിസ്മിസ് പ്രധാൻ എന്നുള്ള ബാനർ ഉയർത്തി തന്നെയാണ് പ്രതിഷേധം. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനത്ത് നിന്നും നീക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുന്നത്. ആർ രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, നേരത്തെ തന്നെ ശരത് ലാൽ സൂചിപ്പിച്ചിരുന്നു, അതായത് ഇന്നും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടാകും, പക്ഷേ എങ്ങനെയെങ്കിലും പാർലമെന്റ് നടത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ നീക്കം എന്നുള്ളത്. പക്ഷേ പ്രതിഷേധം ശക്തമാണ്. അപ്പോൾ എന്താകും ഇന്ന് അവിടെ സംഭവിക്കുക? ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാതി, പാർലമെന്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ പാർലമെന്റ് പ്രധാന കവാടത്തിൽ ഇപ്പോൾ എംപിമാരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, ഡിസ്മിസ് പ്രധാൻ എന്നാണ് ആ ബാനറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാണ്. അതായത് മന്ത്രിയെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്, അതല്ലാതെ മറ്റ് ചർച്ചകൾക്കില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. അതായത് ചർച്ചയ്ക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്നദ്ധത സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കാരണം നീറ്റ് വിഷയത്തിൽ ചർച്ചയാകാം എന്ന് രണ്ടു സഭകളിലും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ആദ്യം രാജി, അതിനുശേഷം ചർച്ച എന്ന നിലപാടിലാണ് ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. അതേ നിലപാട് ഇന്നും സഭയിൽ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും സഭാ നടപടികൾ 11 മണിക്ക് ആരംഭിക്കുമ്പോഴും ഈ ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ച് വലിയ പ്രതിഷേധം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഇന്നലെ NDA എംപിമാരും ഇന്ത്യ സഖ്യത്തിലെ എംപിമാരും ഒക്കെ തന്നെ മുഖാമുഖം നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്നതും ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. ഇപ്പോഴേതായാലും NDAയുടെ ഭാഗത്തിന് പ്രതിഷേധം ഇന്ന് കാണാനില്ല. ഇന്ത്യ സഖ്യം മാത്രമാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. സ്വാതി. ശരി രാഗേഷ്, പാർലമെന്റിന് പുറത്താണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ ഒരു പ്രതിഷേധമുണ്ടാകുന്നത്. ഡിസ്മിസ് പ്രധാൻ എന്നുള്ള ബാനർ ഉയർത്തിയാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുന്നത്. 11 മണിക്കാണ് പാർലമെന്റ് ചേരുന്നത്.